മീഡിയസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ ആദ്യ 2 ദിവസത്തെ തെലുങ്ക് ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സിനിമ ബ്രേക്ക് ഈവൻ ആകുന്നു എന്നുള്ളത് തന്നെയാണ് കേൾവി ഉള്ളത്. ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 75 ലക്ഷം രൂപയാണ് ആദ്യ 2 ദിവസമായി പറയുന്നത്. അതായത് സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലാണ് ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും 3-ാം ദിവസവും സിനിമയ്ക്ക് മിന്നുന്ന പ്രകടനമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തെലുങ്ക് വെർഷൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മലയാളത്തിൽ നിന്ന് ആദ്യമായി ഇറങ്ങുന്ന ചിത്രം തന്നെയാണ്. ഇതിനു മുമ്പ് പല സിനിമകളും പാൻ ഇന്ത്യൻ റീച്ച് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ആ ലക്ഷ്യത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യ ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസ് നമുക്ക് കണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് മാത്രമായിട്ട് 20 ലക്ഷത്തിന് മുകളിലാണ്. അതേപോലെ തന്നെ തെലുങ്കാനയിൽ നിന്ന് 35 ലക്ഷത്തിന് മുകളിലായിരുന്നു പറഞ്ഞത്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ആദ്യ ദിന സിനിമയുടെ കളക്ഷൻ. 2-ാം ദിവസം ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 90 ലക്ഷം 1 കോടി ആ റേഞ്ചിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് 3-ാം ദിവസം കൊണ്ട് സിനിമ ബ്രേക്ക് ഈവൻ ആകുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ, അതായത് 2-ാം ദിവസത്തെ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 6600-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു വിറ്റുപോയത് എന്നാണ്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് കളക്ഷൻ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഇതിനോടകം തന്നെ സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിയിരിക്കുന്നു. 50 കോടി സിനിമ കവർ ചെയ്തിരിക്കുന്നതായി ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഭ്രമയുഗത്തിന് തെലുങ്കിലും നടന്നിരിക്കുന്നത്. ആദ്യ ദിവസം 5000-ന് മുകളിലായിരുന്നുവെങ്കിൽ 2-ാം ദിവസം 6000-ന് മുകളിലുള്ള ടിക്കറ്റും 3-ാം ദിവസം ആദ്യ 2 ദിവസങ്ങളെയും വെട്ടിച്ചുകൊണ്ടുള്ള ടിക്കറ്റ് ബുക്കിങ്ങുമാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ അവിടെ ബ്രേക്ക് ഈവനായ ഈ ഒരു ചിത്രം മലയാളത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആകുന്നു അവിടെ എന്നുള്ളത്. വലിയ താമസമില്ലാതെ 1-2 ആഴ്ച അവിടെ ഓടുകയാണെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് സിനിമ എത്തും എന്നുള്ളതിന് സംശയങ്ങളില്ല. എന്താണെങ്കിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഇന്ന് സിനിമയ്ക്ക് മികച്ച അഭിപ്രായവും മികച്ച തിരക്കുമാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടകം 50 കോടി നേടിയ ഈ ഒരു സിനിമ ഏത് റേഞ്ചിൽ വന്ന് നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്ത വിസ്മയം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന എമൗണ്ടാണ്. അതേപോലെ തന്നെ ഒരു പരീക്ഷണ ചിത്രത്തിൻ്റെയും ഏറ്റവും ഉയർന്ന ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സിനിമ സോളോ റണ്ണല്ല, മൾട്ടിപ്പിൾ സിനിമാസ് 5ഓളം വമ്പൻ സിനിമകൾക്കിടയിലാണ് ഈ സിനിമയും ഓടുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയാണ്. ഈ ഒരു സിനിമ 100 കോടി എത്തുമോ? ഈ സിനിമ എത്രയായിരിക്കും ഫൈനൽ കളക്ഷൻ വരുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത്? തെലുങ്കിൽ നിന്ന് കണ്ടവരുണ്ടെങ്കിലോ ഒന്ന് പറയാം. അവിടുത്തെ അഭിപ്രായം നിങ്ങളിൽ നിന്ന് തന്നെ അറിയാൻ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.